ബീഹാറിൽ റോസ് ഡേ ആഘോഷത്തിനിടെ ഭർത്താവിന് മദ്യം വിളമ്പുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച യുവതിക്കും ഭർത്താവിനുമെതിരെ പോലീസ് കേസെടുത്തു. മദ്യനിരോധനം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് നിയമം ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി. വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ചുള്ള റോസ് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി ഭർത്താവിന് മദ്യം നൽകുന്ന വീഡിയോ കാഞ്ചൻ ദേവി എന്ന യുവതിയാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പങ്കുവച്ചത്. വീഡിയോയിൽ കാഞ്ചൻ ദേവി ഭർത്താവിനൊരു റോസാപ്പൂവ് നൽകിയ ശേഷം ഗ്ലാസിൽ മദ്യമൊഴിച്ച് കൊടുക്കുന്നു. പിന്നീട് കുപ്പിയിൽ നിന്നും മദ്യം നേരിട്ട് കുടിക്കാൻ ശ്രമിക്കുന്നതായും വീഡിയോയിലുണ്ട്. ബീഹാർ ഒരു ഡ്രൈ സ്റ്റേറ്റ് ആയതിനാൽ തന്നെ മദ്യം പ്രദർശിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും കടുത്ത നിയമലംഘനമാണ്. മുംഗർ SSP അവധേഷ് കുമാർ സിംഗിന്റെ നിർദ്ദേശപ്രകാരം ദമ്പതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. ഈ വീഡിയോയ്ക്ക് പിന്നാലെ യുവതി ബ്യൂട്ടി പാർലറിനുള്ളിൽ തോക്കേന്തി നിൽക്കുന്ന ചിത്രവും പുറത്തുവന്നു. ഇതോടെ മുംഗർ പോലീസ് സൂപ്രണ്ട് സയ്യിദ് ഇമ്രാൻ മസൂദിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. യുവതിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു. ലൈസൻസുള്ള തോക്ക് മറ്റൊരാൾക്ക് കൈമാറുന്നതോ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നതോ നിയമവിരുദ്ധമായതിനാൽ തോക്കിന്റെ ഉടമയ്ക്കെതിരെയും പോലീസ് നടപടിയുണ്ടാകും. അന്വേഷണത്തിൽ യുവതി കൈവശം വെച്ചിരുന്നത് ദീൻദയാൽ ചൌക്ക് സ്വദേശിയായ വിശാൽ കുമാർ എന്നയാളുടെ ലൈസൻസ് ഉള്ള തോക്കാണെന്ന് കണ്ടെത്തി. തോക്കിന് ലൈസൻസ് ഉണ്ടെങ്കിലും അത് പിടിച്ച് മറ്റൊരാൾ ഫോട്ടോ എടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നതും നിയമലംഘനമാണ്. മദ്യനിരോധനം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് മദ്യത്തിന്റെ പ്രചാരണം നടത്തുന്നതും പൊതുസ്ഥലത്ത് ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതും ഗുരുതരമായ കുറ്റകൃത്യമാണ് SP പറഞ്ഞു. കാഞ്ചൻ ദേവിക്കും വിശാൽ കുമാറിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. കൂടുതൽ നിയമ നടപടികൾ ദമ്പതികൾക്കെതിരെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.